അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊരു നോമ്പുകാരനാണോ? എങ്കിൽ നോമ്പ് മുറിക്കാൻ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ദിക്ർ ഓതിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യൂ. അള്ളാഹുവിനോട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റെങ്കിലും നോമ്പ് മുറിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒരിക്കലും കിട്ടാത്തതൊന്നാണ് മനസ്സമാധാനം. ആ മനസ്സമാധാനം കിട്ടുവാൻ വേണ്ടിയും നമ്മുടെ വീട്ടിൽ ബർക്കത്തുകൾ നിലനിൽക്കുവാൻ വേണ്ടിയും നമ്മുടെ പലർക്കും പല കടങ്ങളായിരിക്കും. കടങ്ങൾ ഒരുപാടുണ്ടാകും. അതൊക്കെ അതിനു വേണ്ടിയും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. നോമ്പുകാരൻ്റെ ഒരു ദുആയും അള്ളാഹു തആല സ്വീകരിക്കില്ല. റമദാൻ മാസം അത് വെറും ഒരു വിശപ്പും ദാഹവും മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന മാസമാണ്. നമ്മൾ ദിവസവും മുഴുവൻ വിശന്നും ദാഹിച്ചും കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് നോമ്പ് തുറക്കുന്ന സമയമാണ്. എപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ദിക്റും ഓരോ ദുആയും വളരെ ശക്തമായതാണ്. നമ്മൾ ഒരു നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് ചെയ്യുന്ന ദുആ ഒരിക്കലും നിരസിക്കപ്പെടുകയില്ല. അതായത് ആ സമയം ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രത്യേക സമയവുമാണ്. ദിവസം മുഴുവൻ നമുക്കുണ്ടായ ചെറിയ പിഴവുകൾ, തെറ്റുകൾ അവയെല്ലാം മാഞ്ഞു പോകാനും ഈ ദിക്ർ കൊണ്ട് വലിയ ഉപകാരമാണ്. ആദ്യം മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൈ ഉയർത്തി ദുആ ചെയ്യുക അള്ളാഹുവിനോട്. നമ്മുടെ എന്താവശ്യമാണോ അതെല്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പറയുക. അതിനുശേഷം മുത്തുനബിയുടെ പേര് സ്വലാത്ത് ചൊല്ലുക. എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ദിക്ർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടും, നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും, ഉപജീവനത്തിൽ ബർക്കത്തുകളുണ്ടാകും, ദുആകൾ സ്വീകരിക്കപ്പെടും, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, വീട്ടിൽ ശാന്തിയും സമാധാനം വർദ്ധിക്കും, നമ്മൾക്കുണ്ടാകുന്ന കഷ്ടതകളെല്ലാം മാറിക്കിട്ടും. നമുക്ക് ചിലപ്പോഴൊക്കെ വലിയ വലിയ അമലുകൾ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ചെറിയ ദിക്ർ കൊണ്ട് നമ്മുടെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് മാത്രം പറഞ്ഞാൽ മതി. ചിന്തിച്ച് നോക്കൂ. ദിവസം മുഴുവൻ വിശന്ന് ദാഹിച്ച് നിന്ന ശേഷം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സമയത്ത് നമ്മൾ അവനെ സ്തുതിച്ചാൽ അത് എത്ര വലിയ കാര്യമാണ്. ആ ദിക്റിൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ദിക്ർ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ടെൻഷൻ കുറയുന്നു, നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, നമ്മൾ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പോലും മാഞ്ഞു പോകും ആ ദിക്റിൻ്റെ കൊണ്ട്. ഇസ്തിഗ്ഫാർ കൂടുതലായി ചെയ്യുന്നവർക്ക് അള്ളാഹു റിസ്ക് വർദ്ധിപ്പിക്കുമെന്ന് ഖുർആനിൽ വാഗ്ദാനമുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. അതിന് ഈ ദിക്റിലുണ്ട്. കുടുംബത്തിൻ്റെ സമാധാനം, ദിക്ർ ചെയ്യുന്ന വീട്ടിൽ ശൈത്താൻ്റെ സ്വാധീനം എല്ലാം കുറഞ്ഞു കിട്ടും. ഇസ്തിഗ്ഫാർ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. കഷ്ടകാലങ്ങൾ നീങ്ങിക്കിട്ടും. നമ്മൾ റമദാനിൽ ചെയ്യുന്ന ഓരോ ദിക്റുകളും ദുആകളും ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. റമദാൻ എത്ര വേഗം കടന്നു പോകുന്ന മാസമാണ് എന്ന് നമുക്കറിയാം. ഇന്നലെ മാത്രം തുടങ്ങിയെന്ന് തോന്നും. പക്ഷേ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് അവസാന 10 ദിവസങ്ങളിലെത്തും. നമുക്കറിയില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ അവസാന റമദാൻ ആണോ എന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ദിക്റുകളും സലാത്തുകളും കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയുള്ള ദിവസങ്ങൾ പോരിശയോടു കൂടിയുള്ള ദിവസങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും നമ്മുടെ പാപങ്ങൾ മാഞ്ഞു പോകുവാൻ കാരണമാകട്ടെ, നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടാൻ കാരണമാകട്ടെ, നമ്മുടെ വീടുകളിൽ ബർക്കത്ത് നിറയാൻ കാരണമാകട്ടെ. അള്ളാഹുവേ, നമ്മുടെ നോമ്പുകൾ നീ സ്വീകരിക്കണമേ, നമ്മുടെ പാപങ്ങൾ മാപ്പാക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ആമീൻ.
ഈ വീഡിയോ ഉപകാരപ്പെട്ടതായി തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തണേ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യുന്നത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കണമേ. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ.